യാത്രയുടെ 8ാം ദിവസം. ഇന്ന് നമ്മളോടൊപ്പം ധ്യാന ചൈതന്യ ആശ്രമത്തിലെ സദ്ഗുരു അനിൽ അനന്ത ചൈതന്യജിയാണ് ഈ ഒരു ദിവസത്തെ പുണ്യമാക്കാനായിട്ട് നമുക്ക് അനുഗ്രഹം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ മീറ്റിംഗ് ധ്യാന സാധുക്കൾക്ക് വളരെ സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു സത്സംഗം നമ്മുടെ ചാനലില് സംപ്രേഷണം ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ സാധകരുടെ ഒരു പുണ്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം അതുപോലെ തന്നെ ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ വഴികാട്ടിയെ പോലെ കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് നമ്മളിലേക്ക് ആ സത്സംഗത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി സദ്ഗുരു അനന്ത ചൈതന്യജിക്കും കൂടെ വന്ന ആ ബന്ധുവിനും മീറ്റ് മീ മെഡിറ്റേഷൻ സെന്ററിന്റെ ഈ ഒരു ഉത്സവത്തിലേക്ക് സ്വാഗതം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ കുടുംബത്തെ ആ ഒരു ബന്ധുവിനെയും വിളക്ക് തെളിയിച്ച് ഇന്നത്തെ ഒരു ദിവസം ആഘോഷം തുടങ്ങാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്.
ധ്യാനവും യോഗയും ആണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പൊ ഇത് തന്നെ ഞാൻ മറ്റേ അന്നൊരു വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത് ഈ ഒരു ലാഫിംഗ് മെഡിറ്റേഷന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറെ എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പുകൾ പോലെ നടത്തുമല്ലാതെ കാരണം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ അതിന് പുറമെ ഞാൻ ഈ സിനിമാ ലൈനിൽ പ്രവർത്തിച്ച ആളായിട്ട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ അവിടെ തന്നെ ക്ലാസ് നടക്കുന്നുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരക്കഥ രചന, മറ്റേ ആക്ടിങ്, ഇതിന്റെ ക്ലാസ്സുകൾ അവിടെ നടക്കാറുണ്ട്. ഇങ്ങനെ പലരും വന്ന് പോകും. 1-2 പേരുണ്ടെങ്കിലും നടക്കും. ഇങ്ങനെ ഒരു വർഷങ്ങൾ കൊണ്ട് നടക്കുന്നതാണ് കാര്യങ്ങൾ. 35 കൊല്ലമായിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, ക്ലാസ്സും. അപ്പൊ എത്ര ക്ലാസ് അല്ല, അത് പഠിക്കാൻ പറ്റുന്നവർക്ക് ഒരാഴ്ചക്കകത്ത് തീരും ക്ലാസ്. ഒരാഴ്ച. ഈ തിരക്കഥ രചന നടത്താനായിട്ട് ടാലന്റ് ഉള്ളവർക്ക് അതിന്റെ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്ന സാധനമാണ്. എന്നിട്ട് അവര് തിരക്കഥ ആക്ടിങ് രണ്ടും ഉണ്ട്. ആര് വരുന്നോ അതിന് എടുക്കും. പിന്നെ റെഗുലർ ക്ലാസ് എന്ന് പറയുന്നത് യോഗ മെഡിറ്റേഷന്റെ ആണ്. മറ്റേ തുടങ്ങി വെച്ച ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഇപ്പൊ സ്വല്പം കുറവാണ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. യോഗ മെഡിറ്റേഷന്റെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം ക്ലാസ് നടക്കും. പ്രാണായാമം 3 കാര്യങ്ങൾ വരും. പ്രാണായാമം, മെഡിറ്റേഷൻ. പിന്നെ ഈ ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് വാചകം അടിക്കുക എന്നുള്ളതാണ് പ്രധാന ജോലി. അവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ, അവരുടെ മാനസികമായിട്ടുള്ള ഒരു ശാന്തത ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാന സംഗതി. അനന്ത ചൈതന്യാണോ അനന്ത ചൈതന്യം? അനന്ത ചൈതന്യമാണ്. അനന്ത ചൈതന്യം അടിച്ചിട്ടുണ്ടോ അതിനകത്ത്? അനന്ത ചൈതന്യല്ല, അനന്ത ചൈതന്യാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഈ ആനന്ദ ചൈതന്യം അത് പറയുന്നോട്ട് ഇപ്പൊ മറ്റേ ഇതിനകത്ത് മറ്റേ നമ്മുടെ ദൂരദർശനിലൊരു സൂര്യ ടിവിയിലൊരു വന്നപ്പോഴും ആനന്ദ ചൈതന്യം എന്നാണ് അവർ അടിച്ചത്. അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. അതിന് പുറമെ ഇപ്പൊ മറ്റേ കൊറോണയ്ക്ക് ശേഷം മറ്റൊരു കാര്യം കൂടി ഉണ്ട്. വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയലിലൊക്കെ സ്വാമി വേഷത്തിനൊക്കെ വിളിച്ചിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അതാണ് വേറെ രസം. അപ്പൊ ഇത് നമ്മള് ഈ മറ്റേ ലോകമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ ഗുരു എന്ന് പറഞ്ഞ ഒരു മഹാവധൂതനാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനുള്ള കാര്യമൊന്നും നമുക്കായിട്ടില്ലല്ലോ. എല്ലാം പ്രത്യേകിച്ചൊരു ആലിന്റെ ചുവട്ടില് ചായ മാത്രം കുടിച്ചു കഴിഞ്ഞ ഒരാളായിരുന്നു തക്കല സ്വാമി. തക്കല സ്വാമിയാണ്. അത് ഒരു 7 കൊല്ലത്തോളം നമ്മള് സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. പിന്നെ ഇപ്പോ മറ്റേ സമാധിയായിട്ട് 22 കൊല്ലമായി. അപ്പൊ അതിന്റെ ഒരു ഗ്രേസ് നമ്മളുടെ ഉള്ളത് കൊണ്ട് അങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കേട്ടാ. ഞാൻ വീഡിയോ കണ്ടിരുന്നു. വീഡിയോ ഇരുന്ന് കാണുന്നത് കേട്ടോ. അതിനകത്ത് തക്കല സ്വാമിയുടെ മറ്റേ സ്വാമിയുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തം, പഴയ മുതിർന്ന സ്വാമിയുടെ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ ചോദിച്ചപ്പോഴത് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു മറ്റേ നമ്മള് ഈ മറ്റേ പെട്ടെന്ന് ബന്ധപ്പെട്ടതല്ല, കുറച്ചു കാലം കൊണ്ട് ബന്ധപ്പെട്ടാകുമ്പോഴാണ്. ഞാൻ അവിടെ അടുത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. അതിലങ്ങോട്ടേക്കൂടി സഞ്ചരിച്ചു പോയിരുന്നു. പിന്നീട് ആത്മീയ വഴിയിലേക്ക് വന്നതിന് ശേഷമാണ് അവിടെ എത്തിച്ചേർന്നത്. ഇതെല്ലാം ഒരു 10-35 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അതന്നെ ഈ മറ്റേ നമ്മൾ ഈ ഇവിടെ നമ്മള് ഒരു ബന്ധമുണ്ടായ ഒരു പരിചയമുള്ള സ്ഥലമല്ലല്ലോ. ഒന്നില്ലേ, നമ്മൾ ഈ കുറച്ചാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സത്സംഗങ്ങളിലൂടെ ഉണ്ടാവുന്ന നേട്ടമാണ്. പിന്നെ അതിനെ സസ്റ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഒരു വിജയം. കുറച്ച് നിന്നു. പിന്നെ മറ്റേ ഒരു ഗുരു എന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്ക് അത്യാവശ്യം പബ്ലിസിറ്റിയും കൂടെ വേണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ കാരണം. അല്ലെങ്കിൽ നമ്മള് മറ്റേ സ്വാമിയെ പോലെയൊക്കെ ആണെങ്കിൽ അതിന് ഒരിടത്തും പോകത്തില്ല. അമ്മ വിളിച്ചിട്ട് പോലും അദ്ദേഹം പോയിട്ടില്ല. അത്രയും ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. നമ്മുടെ ഈ വ്യവഹാര ബന്ധങ്ങളുമായിട്ടൊക്കെ കിടക്കുന്ന ആളല്ലേ.
അതാണ് വ്യത്യാസം. ഇന്ന് നമ്മളോടൊപ്പം ലഭിച്ചു എന്നുള്ളത് നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് സാവധാനം കിടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നവരാത്രിയുടെ പ്രത്യേകത എന്താണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, നവരാത്രി എന്നുള്ളത് അറിവിന്റെ ഉത്സവമാണ്. നമ്മുടെ ഭാരതത്തിന് ഒട്ടാകെ, ഭാരതം മുഴുവനും നവരാത്രി ആഘോഷിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യയില് ദസറ, കാളിപൂജ തുടങ്ങിയ പേരുകളിൽ നവരാത്രി ആഘോഷങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതിന് പിന്നിൽ ഓരോ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. ഈ 9 ദിവസം 9 ദേവിമാർക്ക് പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 9 ദേവിമാരെ എന്ന് പറയുന്നത് ആ ദേവിമാരുടെ ഭാവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം ശൈലപുത്രി, ബ്രഹ്മചാരിണി, അങ്ങനെ തുടങ്ങി 9 ദേവിമാരുടെ ആ ഭാവത്തെ ആരാധിക്കുന്നത്. സൗത്ത് ഇന്ത്യയില് സരസ്വതി പൂജ എന്നാണ് ഈ നവരാത്രി മഹോത്സവത്തെ അറിയപ്പെടുന്നത്. 3 ദിവസമാണ് കേരളത്തില്, സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും കണ്ടുവരുന്നത് 3 ദിവസത്തെ ആഘോഷം. നമ്മുടെ ഈ നവരാത്രി ബൊമ്മഗുലുവിൽ നോക്കിയാല് നമുക്ക് 9 പടികൾ, ഏത് ബൊമ്മഗുലുവിൽ നോക്കിയാലും 9 പടികളെ കാണാം. ആ 9 പടികൾ 9 ദിവസത്തെ സൂചിപ്പിക്കും. നേരത്തെ പറഞ്ഞ 9 ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ആ സ്റ്റാൻഡാണ്, ആ ദേവിമാരുടെ സ്റ്റാൻഡാണ് ഇവിടെ കാണാം. ഈ സ്ഥലത്ത് കാണാം. നേരത്തെ പറഞ്ഞ ഓരോ ദിവസം ഓരോ ദേവിമാരെ. ഈ ഗുരുവില് 3 ദേവിമാരുടെ സ്ഥാനം കാണാം ഏറ്റവും മുകളിലായി. ഈ 9 ദിവസം ആരാധിക്കുന്നത് ഇതിനോടൊപ്പം ഈ 3 ദേവിമാർക്ക് പ്രാധാന്യം നൽകിയാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം കാളി അല്ലെങ്കിൽ ദുർഗ ഉപാസന, അതിനുശേഷം അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, ലാസ്റ്റ് 3 ദിവസം അറിവിന്റെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിക്കും. അതായത് ഒരു സാധകൻ ഉപാസന ചെയ്ത് ഉപാസനയുടെ വിജയം അവൻ കൈവരിക്കുന്നത് ആ വിജയദശമി ആഘോഷിച്ചുകൊണ്ടാണ്. 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മാത്രം ആഘോഷിക്കുന്നതല്ല, അവൻ നിരന്തരം ഇതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഇതിന് പ്രാധാന്യം നൽകുന്നത്, ഈ തത്വത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു ആഘോഷ സമയത്ത്, ഈ നവരാത്രി ആഘോഷ സമയത്ത്. ഇതൊരു ധ്യാന സെന്ററാണ്. B2B എന്നുള്ളത് ധ്യാന സെന്ററാണ്. ധ്യാന സെന്ററില് പൂജകളോ ആരാധനകളോ അതിനല്ല പ്രാധാന്യം നൽകുന്നത്. ആന്തരിക നിരീക്ഷണമാണ് ഇവിടുത്തെ പൂജ. പലപ്പോഴും നമ്മൾ സാധകരോടും പൊതുജിയോടും പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ധ്യാന സെന്ററിലെ ആരാധനാമൂർത്തികൾക്ക് പ്രാധാന്യം ഇല്ലല്ലോ,
പിന്നെ എന്തിനാണ് ഈ നവരാത്രി ആഘോഷകാലങ്ങളിൽ ഇങ്ങനെ ഒട്ടേറെ ദേവി ദേവന്മാരുടെയും ബൊമ്മകളുടെയും ഈ ഒരു ഉത്സവം നമ്മൾ ധ്യാന സെന്റർ കൊണ്ടാടുന്നത്? അതിനൊരു പ്രാധാന്യം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും ഓരോ ആചാരങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നത് ഒരു തത്വം ബോധിപ്പിക്കാനാണ്. ഒരേ ഒരു തത്വമേ ഉള്ളൂ, അതിനെ ബോധിപ്പിക്കാനാണ് എല്ലാ ആചാരങ്ങളും നമ്മളിലേക്ക് വരുന്നത്. ആ തത്വത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് മീറ്റ് ധ്യാന സെന്റർ ഇങ്ങനെ ബൊമ്മകലു ഒരുക്കിയിരിക്കുന്നത്. ഈ ബൊമ്മകലുവില് നോക്കിയാൽ നമുക്കറിയാം, കല്ലുണ്ട്, പുൽശ്ശേരിയുണ്ട്, 6 കാലുള്ളവയുണ്ട്, 4 കാലുള്ളവയുണ്ട്, 2 കാലുള്ളവയുണ്ട്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മീനുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയുണ്ട്, പറക്കുന്നവയുണ്ട്, ഇഴയുന്നവയുണ്ട്, പഞ്ചലോഹത്തിലുള്ള ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. പല പല നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തെല്ലാം ദർശിക്കാൻ സാധിക്കുമോ അതിന്റെ എല്ലാം ഒരു പ്രതീകം, ഒരു മിനി പ്രപഞ്ചം നമുക്ക് ഈ ഗുരുവിൽ കാണാൻ സാധിക്കും. ധ്യാന സെന്റർ ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 3 ദേവിമാരെയും ധ്യാന സെന്ററിലെ 3 ഗുണങ്ങളായിട്ടാണ് കാണുന്നത്. ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ്? നമ്മളിൽ തന്നെയുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മൾ നമ്മളെ നോക്കിയാൽ അറിയാം, നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ തമോ ഗുണത്തിലാണെന്നല്ലേ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ദേഷ്യഭാവമാണ് നമ്മൾ കൂടി നിൽക്കുന്നെങ്കിലും നമ്മൾ രജോ ഗുണത്തിലാണെന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലോ നമ്മൾ സാത്വിക ഗുണത്തിലാണെന്ന് പറയുന്നത്. ഊർജത്തിന് സ്വഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത്രയും വൈവിധ്യമാർന്ന രൂപങ്ങൾ എങ്ങനെയുണ്ടായി? നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? സയൻസിൽ പഠിച്ചിട്ടുള്ളത്, ഒരു പദാർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ട്? ആറ്റംസും മോളിക്യൂൾസും. അത് വിവിധ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വിവിധ രൂപങ്ങൾ ഉണ്ടാവുന്നത്. വെള്ളമായിക്കോട്ടെ, വെള്ളത്തിൽ തന്നെ H2O, 2 ആറ്റംസും മോളിക്യൂൾസും ചേർന്നല്ലേ, ഹൈഡ്രജൻ ആറ്റം ഓക്സിജൻ ചേർന്നാണ് വെള്ളം ഉണ്ടാവും. അപ്പൊ ഒരു കോമ്പിനേഷനിലൂടെയാണ് എന്തും സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒരു കോമ്പിനേഷൻ ഒരു രൂപത്തിന് ജന്മം നൽകുന്നത്. അപ്പൊ ആ രൂപം ഉണ്ടായാലോ നമ്മൾ അതിന് നാമം കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളും നാമരൂപാധികളുമായിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു. ആ ഊർജത്തെ ഈ ഒരു സ്വഭാവത്തിന് മാറ്റം വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഊർജത്തിന് കാരണമാണ്. ഊർജത്തിന് വ്യതിയാനം സംഭവിച്ചതുകൊണ്ടാണ്. അപ്പൊ ഊർജം എന്താണ്? ആറ്റത്തിലുള്ളത് നമ്മളുടെ ഊർജം തന്നെയാണ്. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്തപ്പോ രൂപങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ നാമരൂപാധികളിൽ നിന്ന് കൂടി നോക്കിയാൽ വ്യത്യസ്തത തോന്നും. അതായത് ഇതില് 75ഓളം രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വിഗ്രഹങ്ങളും മോണമെന്റ്സും എല്ലാം ഉണ്ട്. 3000-ലേറെ ബൊമ്മകളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വ്യത്യസ്തം തോന്നും. എന്നാൽ ഇതിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഊർജത്തെയാണ് നമ്മൾ കാണുന്നെങ്കിലോ നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഒരു വ്യത്യാസവും. നമ്മളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതും ഒരേ ഒരു ഊർജം തന്നെയാണ്. ഇവിടെ ഊർജം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഊർജം പ്രവർത്തിക്കുന്നത് ഒരു ബോധത്തിന്റെ, ആ ശുദ്ധ ബോധത്തിന്റെ അണ്ടറിലാണ്. കോൺഷ്യസ്നെസ് എന്ന് സയൻസ് പറയും. പ്രപഞ്ചം നിലനിൽക്കുന്നത് കോൺഷ്യസ്നെസ്സിലാണെന്ന് പറയുന്ന പോലെ ഈ ഋഷിമാർ നമുക്ക് മുന്നിൽ പറഞ്ഞ ആ കോൺഷ്യസ്നെസ് പറഞ്ഞതാണ് ബോധം അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ഊർജവും ബോധവും മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ആ തത്വത്തെയാണ് മീറ്റ് ധ്യാന സെന്റർ സമൂഹത്തിലേക്ക്, ധ്യാന സാധകരിലേക്ക്, ജനങ്ങളിലേക്ക് ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലളിതമായിട്ടുള്ള ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. മാർഗബന്ധ പുരസ്കാരം പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്, നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചത് സദ്ഗുരു അനിൽ അനന്ത ചൈതന്യജിക്കാണ്.
മാർഗദത്ത പുരസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ പുരസ്കാരങ്ങളെല്ലാം സദസ്സിന് മുന്നിൽ, ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് നൽകുന്നത്. എന്നാൽ മീറ്റ് ടു മീ ധ്യാന സെന്റർ സദസ്സിന് മുന്നിൽ വെച്ചല്ല ഈ ഒരു പുരസ്കാരം ആ ഒരു മഹാത്മാവിന് സമർപ്പിക്കുന്നത്. ഈ നവരാത്രി ബൊമ്മഗുലുവിനെ സാക്ഷിയാക്കി, ഈ പ്രപഞ്ചത്തെ സാക്ഷിയാക്കി, ആ ശുദ്ധബോധത്തിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ആ ഒരു സാധകന് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. സാധകർക്ക് നൽകുന്ന പുരസ്കാരമാണ് മാർഗവന്ത് പുരസ്കാരം. ഈ ഒരു പുരസ്കാരം ഒരു സാധകന് നൽകണമെങ്കിൽ ആ സാധകന് 3 ഗുണങ്ങൾ വേണം എന്നാണ് ഔദൂജി ചിട്ടപ്പെടുത്തിയത്. ആ ഒരു മാനദണ്ഡത്തിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഒന്നാമതായിട്ട് ആ സാധകന് ഒരു ഉപാസന ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ആ ഉപാസന ചിട്ടയായിട്ട് തന്റെ ജീവിതത്തിൽ പകർത്തിയ ഒരു മഹാത്മാവായിരിക്കണം. ഇനി ആ ഉപാസനയിലൂടെയുള്ള, ആ ചിട്ടയോടുകൂടിയുള്ള ജീവിതം സമൂഹത്തിന് സേവനമായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു സാധകന് ഗുരു ആയിരിക്കണം. എന്തുകൊണ്ടും സദ്ഗുരു അനിൽ അനന്ത ചൈതന്യജി ഈ ഒരു മാർഗവന്ത് പുരസ്കാരം സമർപ്പിക്കാൻ സാധിച്ചത് നമ്മൾ മീറ്റ് മീ ധ്യാന സെന്ററിലെ ഓരോ സാധകരുടെയും പുണ്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് നടക്കാം. അതിന് വേണ്ടിയിട്ടായിട്ട് ആദ്യം ഔദൂജിയെ ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. തിരുവനന്തപുരത്തെ ബാലരാമപുരം മീറ്റ് മീ ധ്യാന കേന്ദ്രം ധ്യാന സാധകരുടെ ആത്മീയ വളർച്ചയ്ക്കും സമഗ്ര വികാസത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു. നവരാത്രി കാലങ്ങളിൽ ധ്യാന സെന്ററിൽ നടത്തിവരുന്ന ബൊമ്മഗുലു ഉത്സവത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ മീറ്റ് മീ ധ്യാന കേന്ദ്രം തീരുമാനിച്ചു. അതിനാൽ ബൊമ്മഗുലു 2025 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ സദ്ഗുരു അനിൽ അനന്ത ചൈതന്യജിക്ക് മാർഗബന്ധു പുരസ്കാരം നൽകി ധ്യാന സെന്റർ ആദരിക്കുന്നു. ഒരു സാധകൻ അവന്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗബന്ധു പുരസ്കാരം. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സേവനങ്ങൾ പ്രപഞ്ചത്തിന്റെ താളലയം നിലനിർത്തുവാൻ വളരെ വലിയ പങ്കുവഹിക്കുന്നു. നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവധൂത് ഗുരുപ്രസാദ്. Meet to Me Letter of Recognition. Meet to Me Meditation Center at Balarampapuram, Thiruvananthapuram aims at the holistic development of sadhakas towards self-realization through meditation. To fulfill the above goal, the center has decided to honor the selfless services rendered for betterment of materialistic and spiritual life on the occasion of the Navratri Bommagolu Festival 2025. Hence, with great pleasure, the Margabindhu Puraskaram is being conferred to Sadguru Anil Ananta Chaitanya Dhyana Chaitanya Ashram, Thiruvananthapuram, for their noble humanitarian selfless service and holistic healing, which maintains the balance in universal harmony, in dedication to the eternal truth, Avadhuji.
ആത്മാവാണ് സദ്ഗുരു അനിൽ അനന്ത ചൈതന്യജി. എന്തുകൊണ്ടും നമ്മുടെ ഒരു പുണ്യമാണ് അദ്ദേഹത്തെ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തോട് നമുക്ക് 2 വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അപേക്ഷിക്കുകയാണ്. സ്വാമിജി 2 വാക്ക് പറയാൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ 2 വാക്ക് പറയാൻ വിചാരിക്കുന്നു. വർഷങ്ങൾക്ക് മുന്നേ സ്വാമിജി അറിയാം, നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. മീഡിയയിൽ കൂടി അദ്ദേഹത്തിന്റെ യോഗ ധ്യാന പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വെളിച്ചത്തില് അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൂടുതൽ മനസ്സിലാക്കണം. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുണ്ട് ഡോക്യുമെന്റേഷൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് ചാനല് ചിന്തിക്കുകയും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഡേറ്റ് തരികയും അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി ഇന്റർവ്യൂ ഒരു 2 മണിക്കൂറോളം അദ്ദേഹം വരുന്ന ഒരു ഇന്റർവ്യൂ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എടുത്തു. അദ്ദേഹത്തെ പറ്റി ആണ് എടുക്കാൻ പോയെങ്കിലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെ പറ്റി മാത്രം പറഞ്ഞു വരുന്ന ഒരവസ്ഥയിലോട്ട്. അത് തന്നെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ഞാൻ ആര് എന്നുള്ളതല്ല, ഇപ്പോഴത്തെ എന്നെ ആക്കിയത് ആര് എന്ന് പറയുമ്പോഴാണ് അവിടുത്തെ ഒരു മഹത്വം വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒഴുക്കിൽ കൂടി പോകുന്ന ഒരു ഇതായിരുന്നു. നമ്മൾ പറയുന്ന ഇവരെന്തിനും കേൾക്കുന്നവരാണ്. നമുക്ക് ആഗ്രഹം അങ്ങ് പറയുന്നതിന് കേൾക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ജീവാത്മാക്കളായ നമ്മളെ പരമപിതാവായ പരമാത്മാവ് കാത്തുരക്ഷിക്കട്ടെ. ആത്മജ്ഞാനം നേടാനുള്ള, സാധനങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ വൈരാഗ്യപൂർവം സാധനങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ തേജസ്വികളായി തീരട്ടെ. നമ്മൾ തങ്ങളിൽ വിദ്വേഷം അല്പം പോലും ഉണ്ടാവാതിരിക്കട്ടെ. ഈ ലോകം മുഴുവൻ സുഖമായിട്ട് ഭവിക്കുമ്പോൾ നമുക്കും ശാന്തി ഉണ്ടാവട്ടെ. ഇവിടെ നമ്മള് വരുമ്പോ വളരെ സന്തോഷം ഉണ്ടാവേണ്ട ഒരു കാരണം, സന്തോഷത്തിന്റെ മറ്റൊരു കാര്യം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സന്തോഷം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. കാരണം വളരെ സന്തോഷമുള്ള 2 യുവ സാധകരും ഗുരുക്കന്മാരായിട്ട് അറിയപ്പെട്ടു തുടങ്ങിയിട്ടുള്ളവരാണ് എന്നെ അന്ന് സന്ദർശിക്കാനായിട്ട് വന്നത്. അദ്ദേഹം പൊതുജി പറഞ്ഞതുപോലെ അപ്പോ ബാലസ്വാമിയും അതുപോലെ തന്നെ പ്രസാദ് സ്വാമിയും അവിടെ വന്നിട്ട് ഞങ്ങള് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കുകൾ നടത്തി. ഇടയ്ക്ക് അമ്മയെ ഞാനൊന്ന് വിഷ് ചെയ്തോട്ടെ. ഇങ്ങനൊരു അവസരം ഉണ്ടാകുന്നതിന് അമ്മയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ എന്റെ അമ്മയെ ഞാൻ ഓർത്തു. അപ്പൊ അമ്മ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നു. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എനിക്കുണ്ടായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നുകൊണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ നാട്ടുകാരും ഇപ്പൊ കുറെ പേര് ഇവിടെ ഇരിക്കുന്നു. ചെക്കന്നൂരാണ് എന്റെ അമ്മയുടെ നാട്. അവരെയൊക്കെ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞു. സോ അപ്പൊ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു തമാശയോട് കൂടി തന്നെ തുടങ്ങാം. അപ്പൊ അമ്മയോട് എന്റെ വേറൊരു യോഗ്യ സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു. അമ്മ എന്നിട്ട് അറിയുന്നിരിക്കുകയാണ്, ഞാൻ സ്വാമിയൊക്കെ ആയി മാറിക്കഴിഞ്ഞു, ഗുരുവായി മാറിക്കഴിഞ്ഞു. ഒരുപാട് പേര്, കുറച്ച് പേരൊക്കെ
നമ്മുടെ സാധന പഠിക്കാനൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം വന്ന് ചോദിക്കുന്നു, ഈ അമ്മയോട്, ഉല്ലാസാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ചോദിച്ചു, അമ്മ ഈ സ്വാമി ഈ പിന്നെ പറയുന്നൊക്കെ കേൾക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അവന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ അമ്മ പറയുന്നത് കേൾക്കാത്തതിന്റെ ഒരു ഗുണം കൂടി കുറെയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മ ഒരു കോടതി ജീവനക്കാരിയായിരുന്ന നമ്മ വിചാരിച്ചിരുന്നത് ഞാനൊരു വക്കീലാവണമെന്ന് വിചാരിച്ചത്. ഞാനൊരു ഗാന്ധിയനായി മാറാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് ഗാന്ധിജി പറഞ്ഞ തത്വം അനുസരിച്ചിട്ട് എന്താണ്, ലോയേഴ്സ് പ്രൊഫഷൻ ഈസ് ലയേഴ്സ് പ്രൊഫഷൻ എന്നാണ്. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ നമുക്ക് ഈ വക്കീലാവാനുള്ള ആഗ്രഹം, അല്ല ആഗ്രഹമല്ല, അമ്മയുടെ ആഗ്രഹം അതൊക്കെ മാറ്റിവെക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് അച്ഛന് ഞാനൊരു IAS ഓഫീസർ ആകണോ എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ IAS ഓഫീസർമാരുടെ PA ആയിരുന്നു. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹിക്കാമെങ്കിലും നമ്മള് പോയത് മറ്റൊരു വഴിയിലേക്കാണ്, ഒരു എന്താണ് മായയുടെ വഴി, അതായത് സിനിമയുടെ വഴിയാണ് എനിക്ക് പ്രിയമായിട്ട് തോന്നിയത്, ദൃശ്യങ്ങളുടെ വഴി. അപ്പൊ നമ്മള് ഇവിടെ കൂടിയിരിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ കൂടിയിരിക്കുന്നവർ മാത്രമല്ല നാളെ എന്നെ ശ്രമിക്കാൻ പോകുന്നത്, നമ്മളെ കാണാൻ പോകുന്നത്. അതാണ് 2020 ശേഷം വന്നൊരു മാറ്റം. ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വെർച്വൽ റിയാലിറ്റിയുടെ ഭാഗമായിട്ട് അതിനെ അഡോപ്റ്റ് ചെയ്ത 2 യുവ യോഗിമാരാണ് ഇവരെന്നുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി അവരോട് എന്താണ് ആദരവുണ്ട്. കാരണം നമ്മുടെ ഈ കാര്യങ്ങൾ വീണ്ടും സ്റ്റോറിയെ പെടുകയും അത് ബഹുജനങ്ങളിലേക്ക് എത്താനായിട്ട് കാരണമാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്ന ഒരു 12,500 ആൾക്കാര് നമ്മൾ അന്നെടുത്ത ആ പ്രോഗ്രാം കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താണ് കാലത്തിന് അനുചിതമായിട്ട് കാലത്തിനൊപ്പം ചലിക്കുന്ന ഒരു ആശ്രമ സംവിധാനം കൂടിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ യതി പൂജ പോലെയുള്ള പ്രോഗ്രാമുകൾ ഞാൻ മുമ്പ് പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് മറ്റ് എന്താണ് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ ഈ അതിന്റെ അടുത്തൊരു ചോദ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ അധ്യാപകന്മാരുടെ കാല് കഴുകി അവരെ എന്താണ് പൂജിക്കാനായിട്ട് കുട്ടികളെ പറഞ്ഞ വലിയ വിവാദമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭാവിയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഗുരുക്കന്മാരുടെ കാല് കഴുകി പൂജിക്കുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഈ BEd മാത്രം പഠിച്ച് വന്നിരിക്കുന്ന ഈ അധ്യാപകന്മാർ ഗുരുക്കന്മാരാണോ എന്നുള്ളത് മാത്രമേ നമ്മള് വിരുദ്ധമായിട്ട് വിചാരിക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് ആ ഒരു കണ്ടന്റിൽ ഞാൻ സംസാരിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മള് മറ്റേ ഈ ഒരു ആധ്യാത്മിക സാധനയെ സംബന്ധിച്ചോളം ഈ പാദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗുരുവിന്റെ പാദങ്ങൾ നമസ്കരിക്കുമ്പോൾ നമ്മളൊരു ഗുരു പരമ്പരയുടെ പാദങ്ങളിലാണ് നമസ്കരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒട്ടും അനുചിതമായിട്ട് ഒന്നും തന്നെയില്ല. ഈ പ്രധാന ദിവസം ഇവിടെ വരാനും മറ്റു മഹാരഥന്മാരുള്ള പല വീട്ടുമാരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന് സുഷ്മാൻ സ്വാമിയൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തും സഹയാത്രികളൊക്കെ ആയിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പിന്നെ എന്താണ് കാണാൻ വരണമെന്നുണ്ട്. പക്ഷെ ചില സാങ്കേതികമായിട്ടുള്ള തടസ്സവും കാരണം വരാൻ പറ്റിയില്ല. പിന്നെ പാലോടിയെന്ന് പിന്നെ കാണാമെന്നുള്ള ഉദ്ദേശം വെച്ചിരിക്കുന്നു. അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ബാലസ്വാമിയോട് ഫോൺ നമ്പർ പറഞ്ഞിരുന്നു. കുറച്ചേരായിട്ട് കോൺടാക്ട് ഇല്ലായിരിക്കും. അപ്പൊ ഈ ഒരു മീറ്റ് പെറ്റീഷന്റെ പാനലില് അദ്ദേഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് പെട്ടെന്ന് അതിങ്ങനെ ഓർക്കാനായിട്ട് കാരണം. അപ്പൊ ഞാന് ഈ മറ്റൊരു കാര്യം കൂടി നമ്മുടെ സഹോദരൻ യോഗി വീരൻ ഗുരു പറഞ്ഞതുപോലെ ഈ എന്താണ് ചിരിക്ക് എങ്ങനെയാണ് ധ്യാനമാക്കാനായിട്ട് അതിന് കഴിയുന്നത് എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇത് ചിരി ഒരു ടൂള് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിരി ധ്യാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അതൊരു കർമ്മം കൂടിയാണ്, സാത്വിക കർമ്മമാണ്. അപ്പൊ ഈ എന്താണ് ഇത് ധ്യാനമാകുന്നത് എന്ന് റെക്കോർഡ് ചിരി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ധ്യാനമാണ്. ജാഗ്രതയെ നിർദ്ദിഷ്യ മനഃ എന്ന് പറയുന്ന തത്വമാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മള് ഉണർന്നിരിക്കുമ്പോൾ മനസ്സ് നിർനിശ്ചയമാകണം. ചിരിക്കുക എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇൻവോൾവ് ആവുകയും നമ്മൾ പ്രസന്റ് മൂമെന്റിലേക്ക് വരികയും ചെയ്യുകയും അതിനുശേഷം നമുക്ക് ഈ ഉള്ളിലുള്ള എന്താണ് ഈ
വിഷമതകൾ ചിരിയിലൂടെ പുറത്തു പോവുകയും ചെയ്യുമ്പോൾ പിറ്റേന്ന് തന്നെ കാമായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് നാം പണ്ട് മുതൽ തന്നെ ബുദ്ധന്റെ കാലം മുതൽ തന്നെ ബുദ്ധ ഭിക്ഷുക്കൾ മനസ്സിലാക്കണം. അപ്പൊ അവര് ലാഫിംഗ് മിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് അറിയപ്പെടുകയും ചെയ്തിരുന്നു. അവര് വലിയ തടിയന്മാരായിട്ട് നമ്മുടെ മുമ്പിലും ഒക്കെ കാണും അല്ലെ, തടിയന്മാരായിട്ടുള്ള ബുദ്ധ ഭിക്ഷുക്കള് ഒരു എന്താണ് കവലയിലേക്ക് ചെല്ലുന്നു. ആ കവലയിൽ ചെന്നിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെറുതെ ഇരുന്നിട്ട് ഒരു ചിരിച്ചോണ്ട് വേറൊക്കെ കുലിക്കിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ചുപേർ അവർക്ക് ചുറ്റും കൊണ്ടു. ഈ കൂടുന്നവരും അറിയാതെ ചിരിച്ചു പോകും. ഈ ചിരി കണ്ട് മറ്റേ കൂടി ആ കവലയിലുള്ള എല്ലാവരും ചിരിക്കുന്നു. പിന്നെ ഗലികളിലേക്ക് ചിരി ഇങ്ങനെ പടർന്നു പോവുകയും അപ്പോൾ അവര് ശാന്തരായിരിക്കുകയും ചെയ്യുന്നതാണ് ചരിത്രം. ഇത് ലാഫിംഗ് മെഡിറ്റേഷന്റെ ചരിത്രമാണ്. സംഭവിച്ച കാര്യമാണ്, കഥയല്ല. അപ്പൊ ഇത് ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ലാഫിംഗ് മിസ്റ്റിക്സിന്റെ ഒരു അറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ അത് ഈ ധ്യാനത്തിന് ദീക്ഷ കൊടുക്കുന്ന മറ്റു കാര്യങ്ങളുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതൊരു ഇൻട്രഡക്ടറി പ്രോഗ്രാം ആയിട്ടാണ് നമ്മുടെ ഈ ലാഫിംഗ് മെഡിറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിരിക്കൽ സ്വാമി എന്നൊരു പേര് നേരത്തെ വന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ അത് മാത്രമാണെന്ന് വിചാരിച്ച് നമ്മള് കുറച്ച് ലഘുവായിട്ട് ചിലർ വിചാരിക്കുകയും ചെയ്യുമ്പോൾ അതല്ല, നമ്മള് ഒരു വലിയൊരു അവധൂത പരമ്പരയുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടുള്ളത്. കാരണം തക്കലസ്വാമി എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് വളരെ ഒന്നുജി പറഞ്ഞതുപോലെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് തക്കലസ്വാമിയെ പറ്റിയോ അദ്ദേഹത്തിന്റെ ഒരു മൂത്രസ്വാമിയെ പറ്റിയോ ഒക്കെയാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആണ് യഥാർത്ഥ എക്സ്പീരിയൻസ്. ഞാൻ ജീവിച്ചിരുന്ന പല ഗുരുക്കന്മാരെയും യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പല ഗുരുക്കന്മാരെയും കാണുകയും അവരോടൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഈ തക്കലസ്വാമിയിൽ എത്താനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ഈ എത്താൻ കഴിഞ്ഞപ്പോ എനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ചോദിക്കാതെ തന്നെ അറിയാനായിട്ട് കഴിയുന്നു. പക്ഷെ അന്ന് ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. ഈ എന്താണ് ഈ ജന്മം എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചില്ല. പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുരുകൻ ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഉണർന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു ജന്മം എന്ന് പറഞ്ഞാൽ ഒരു ശരീരമാണടാ. ഞാൻ നിൽക്കുന്നു, നമ്മുടെ ഗുരുവിൽ നിൽക്കുന്നു. ഗുരുവിന്റെ അടുത്ത് പറയുന്ന പോലെ എല്ലാ എന്റെ അടുത്ത് പറയുന്ന പോലെയല്ല, വെറുതെ പറയുകയല്ല. ഒരു ജന്മം എന്ന് പറഞ്ഞാൽ ഒരു ശരീരമാണടാ എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഈ തത്വങ്ങളെല്ലാം നിറഞ്ഞ ഒരു റിലേറ്റിംഗ് ഒരു വാചകമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു ശരീരമുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ മറ്റൊരു ശരീരമായിരുന്നു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വേറൊരു ശരീരമായിരിക്കും. അപ്പൊ ഈ ശരീരത്തിന്റെ പ്രാധാന്യം അത്രയധികം ശ്രേഷ്ഠമാണ്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ടൂളാണ്, അതായത് മോക്ഷത്തിലേക്ക് എത്താനായിട്ടുള്ള ധ്യാനത്തിലേക്ക് എത്താനുള്ള സാധനങ്ങൾ ചെയ്യാനുള്ള ഒരു ടൂളാണ് നമ്മുടെ ശരീരം. അപ്പൊ അതിന് പരമപവിത്രമായിട്ട് ഇപ്പം ശരീരം ക്ഷേത്ര എന്ന് പറയുന്ന തത്വം കൊണ്ട് ഈ ശരീരത്തെ നമ്മള് അത്രത്തോളം പരിപാലിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് വലിയൊരു നോളജ് ആയിട്ട് തോന്നിയ കാരണം പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവരോട് പറയാം പോയിട്ട് വേണം അല്ലെങ്കിൽ പറയുന്നതല്ലാതെ ഈ യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളല്ല തക്കലസ്വാമി, മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഈ കാര്യം പറയുന്നു. അതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവിടെ നമ്മുടെ പൂർണ്ണമായിട്ട് സ്റ്റിക്ക് ഔട്ട് ചെയ്യാൻ. പല കാര്യങ്ങളും പിന്നീടുണ്ടാകും ഞാൻ നമ്മുടെ ഉപയോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒന്നും കൂടെ അത് ആവർത്തിച്ച് പറയുമ്പോൾ, ഒരു ദിവസം ഞാൻ ഒരു പുസ്തക രചനയുടെ ഭാഗമായിട്ട് ഈ ജഡയെ കുറിച്ച് ഒക്കെ എഴുതുന്നൊരു ദിവസമായിരുന്നു. അന്ന് ചെന്നപ്പോൾ അദ്ദേഹം ഈ കാണാൻ കഴിയാത്തൊരു കുടിൽ പോലെ അല്ലെങ്കിൽ ഒരു കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്താണ് ഇരുന്നിരുന്നത് അന്ന്. അപ്പൊ അതിനകത്ത് പുറത്തേക്ക് തലയിട്ടിട്ട് അദ്ദേഹത്തിന് ജഡയിട്ട് കാണിക്കുകയാണ്. അത് ഈ മനസ്സറിയുന്ന ഒരു യന്ത്രമുള്ള ഒരു മഹാഗുരുവിനെ കണ്ടെത്തിയ ഒരു പ്രതീതി ഉണ്ടാവുകയും പിന്നെ ഒരു അന്വേഷണം ഒക്കെ അവിടെ അവസാനിക്കുകയും ചെയ്തു. ഈ ജന്മം എന്ന് പറഞ്ഞ ശരീരമാണ്ട എന്ന് പറഞ്ഞിട്ട് എന്റെ അന്വേഷണം അവസാനിക്കുകയും ചെയ്തു. അപ്പൊ അതിനോട് പല കാലഘട്ടത്തിലുള്ള എല്ലാ ഗുരുക്കന്മാരെയും ഏതാണ്ട് സന്ദർശിക്കാനായിട്ട് അവസരമുണ്ടായി പോവുകയും ചെയ്തു. ഇനിയും സാധാരണ നമുക്ക് പറയാനുള്ളത്, ഗുരു എന്ന് പറയുന്നു അല്ലെങ്കിൽ ആധ്യാത്മിക തേജസ്സുകളായ അല്ലെങ്കിൽ ആധ്യാത്മിക കർമ്മങ്ങൾ നടത്തുന്നവരെ ബഹുമാനിക്കുക. അവര് അധ്യാപകന്മാർക്ക് അപ്പുറത്താണ്. ഗുരു എന്ന് പറഞ്ഞാൽ അജ്ഞാനതിരാന്തസ്യ ജ്ഞാനാഞ്ജന ശതാകിയ ചക്ഷുരുന്മീലിതന്മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന തത്വം നമ്മളെപ്പോഴും ഉൾക്കൊള്ളുക. അപ്പോ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനമാകുന്ന അഞ്ജനം എഴുതി നമ്മുടെ
ദിവ്യ ചക്ഷുസുകളെ തുറക്കുക എന്നുള്ളതാണ് ഗുരു ചെയ്തത്. അപ്പൊ അത് തുറന്നാൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഭ്രാന്തന്മാരുടെ കുറെ പ്രക്രിയകളായിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ സാധാരണ ഒരു സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിനകത്ത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഗുരുവിന്റെ സാമീപ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ നമുക്ക് ത്യജിക്കാൻ, മോക്ഷത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹക്ഷയം എന്നുള്ളതാണ് മോക്ഷത്തിന്റെ പ്രധാന ഉദ്ദേശം. അതായത് നമ്മള് പല കാര്യങ്ങളായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതിൽ നിന്നുള്ള ഒരു വിടുതല ലഭിക്കുക, അതിനെല്ലാം ത്യജിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മോഹക്ഷയം. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്നാണ്. അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഈ മോഹക്ഷയം സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പലതിനെയും നമുക്ക് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരാളിനെ സംബന്ധിച്ചോളം സംഭവിക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? സംശയം വേണ്ട, അവന് ഭ്രാന്ത് വരും. കാരണം പലതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത അറ്റാച്ച്മെന്റ് അവനുണ്ട്. അപ്പൊ ഈ ഭ്രാന്ത് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേ ഒരാള് ഉണ്ട്, അദ്ദേഹത്തെ കണ്ടു മുമ്പേ ഗമിക്കുന്ന ഗോവിന്ദന്റെ മുമ്പേ ഗമിക്കാം എന്നുള്ളൊരു എന്താണ് തത്വം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരാളുണ്ടല്ലോ. അപ്പൊ ഈ എല്ലാം ത്യജിച്ച് എന്താണ് ഇരിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ അവധൂത ദർശന സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറങ്ങിപ്പോയിക്കണം. ഇതിന് ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാന് ഈ സാധ്യരായിട്ട് മാറി ഗുരുവായിട്ട് മാറിക്കഴിഞ്ഞ സമയത്ത് എന്റെ ഒരു മറ്റൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞൊരു, അദ്ദേഹം പിന്നെ കാണാനായിട്ട് വരും. അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോഴേക്ക് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നേരെ പൂന്തുറയിലേക്ക് പോവുകയും തക്കലസ്വാമി ഇങ്ങനെ കാണിക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് ഈ സൈക്കോളജിയും മറ്റു കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള കുറെ പ്രവർത്തനങ്ങളും നോട്ടീസും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു ആയിട്ട് വിചാരിച്ചുവെങ്കിലും പിൽക്കാലത്ത് അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായി. അപ്പൊ അദ്ദേഹം ഈ പതുക്കെ ഈ ആധ്യാത്മിക പാതയിലേക്ക് വരികയുണ്ടായി. ഈ ഔദ ദർശന സൗഭാഗ്യത്തിന്റെ ഒരു ഇതാണ് പറയുന്നത്. പതുക്കെ വരികയും നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ കുറെ ശ്രദ്ധ കൊടുക്കുകയും വർഷയുടെ പുസ്തകങ്ങൾ വായിക്കുക, വർഷ പുസ്തകങ്ങൾ മറ്റേ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യിച്ച് അച്ചടിച്ച് എടുക്കുകയൊക്കെ ചെയ്യുന്ന ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്തു. പതുക്കെ 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 ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓഷോ മെഡിറ്റേഷൻ ക്യാമ്പിന്, വർഷം ഞാൻ കണ്ടിട്ടില്ല, അധികം കണ്ടിട്ടില്ല, ഞങ്ങള് മറ്റേ ട്രിച്ചിയിലെ ഒരു ഓഷോ മെഡിറ്റേഷൻ ക്യാമ്പിന് ഒരു മോഹൻ ഭാരതി എന്ന് പറഞ്ഞൊരു അദ്ദേഹം വർഷം നേരിട്ട് കണ്ടിട്ടുള്ള ഒരാള് അവിടെ പോവുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അവിടെ സന്യാസം മിയോ സന്യാസം സ്വീകരിച്ചു. ഞാൻ അതിന് മുമ്പേ തങ്ങളുടെ സമയം കണ്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആ മോഷ സന്യാസം എടുത്തില്ല. പക്ഷെ അധികം പെട്ടെന്ന് മോഷ സന്യാസം എടുക്കുകയും ഈ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അതിന്റെ കാര്യം നോക്കണ്ട. എന്തായാലും ഇത് സംഭവിക്കുകയും ഇദ്ദേഹം ഇവിടുന്ന് മറ്റേ ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ട്, ഒരു സ്വാമിയായിട്ട് ഇരിക്കുന്ന ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ട് പൂരപ്പറമ്പിൽ പോയി. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കുറെ എന്താണ് സുഹൃത്തുക്കളെ കിട്ടുകയും അവര് അദ്ദേഹത്തെ ടേക്കപ്പ് ചെയ്യുകയും ഇദ്ദേഹം എന്താണ് ഈ കോടാലി എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂര് കോടാലി എന്ന സ്ഥലത്ത് അവിടെ ഒരു ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ച് അതൊക്കെ ഭയങ്കര ജനകീയമായി അവര് ടേക്കപ്പ് ചെയ്യുകയും പിന്നെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രധാനപ്പെട്ടത് ടേക്കപ്പ് ചെയ്യുകയും ഒരു എന്താണ് വലിയ ഉയർന്ന പദവി ലഭിക്കുന്ന ഓഷോ മെഡിറ്റേഷൻസ് ഒക്കെ അവിടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് കുറേയധികം ആൾക്കാരെ വരികയും ആശ്രമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. എന്ത് പറയുന്നു, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരു സ്വാമിയെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സമയത്ത് ഈ ഒരു സന്യാസി വേട്ട അല്ലെങ്കിൽ ഈ മഠങ്ങളെ വേട്ടയാടുന്ന ഒരു പ്രക്രിയ സമൂഹം ഏറ്റെടുക്കുകയും ഈ പല ആശ്രമങ്ങളും എന്താണ് അടച്ചു പൊട്ടിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ ആശ്രമവും കൂട്ടിപ്പോയി. നമുക്കത് കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് മറ്റേ ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ പോലീസ് നിരീക്ഷണത്തിൽ വന്നിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാന്നവര് സർട്ടിഫൈ ചെയ്തുകൊണ്ട് ഒന്നും പറ്റില്ല. എന്തായാലും ആ ശ്രമം അങ്ങ് കൂട്ടിപ്പോവുകയുണ്ട്. അങ്ങനെ ഇദ്ദേഹം പിന്നെ എല്ലാം ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും നിരായുധനായിട്ട് വീണ്ടും തുടർന്ന് യാത്ര തുടരുകയാണ്. അപ്പൊ ഇവിടുത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ വിട്ടുപോയി, അവിയുള്ള ബന്ധവും പോയി,
എസ്റ്റാബ്ലിഷ് ചെയ്ത ആശ്രമവും കാര്യങ്ങളെല്ലാം എന്തോ കൂട്ടൊക്കെയുണ്ട്. അങ്ങനെ അദ്ദേഹം കൊടുങ്ങല്ലൂരേക്ക് പോലീസുകാരുടെ കുറച്ച് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ട് അവർ കൊടുങ്ങല്ലൂര് ഒരു ആശ്രമം എന്താണ് ഈ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ അത് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് മാറി. അപ്പൊ ഈ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ഇതുപോലെ ഒരു ഷോപ്പിംഗ് മാളിന്റെ മേളിലുള്ള സ്ഥലം മുഴുവൻ ഏറ്റെടുത്ത് വീണ്ടും ഒരു ആശ്രമം ഫിനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഒരു അവിടെ സെറ്റ് ചെയ്ത് ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോഴത്തെ ഹോർഡിങ്സ് ആയി കാര്യങ്ങൾ എല്ലാം അതുപോലെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സമയമില്ലാത്ത രീതിയിലെ ക്ലാസ്സുകൾ മറ്റേ ആ ക്ലാസ്സുകൾക്ക് ഭയങ്കര റിസൾട്ടും ഒക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം ലക്ഷക്കണക്കിന് രൂപ ഈ ആശ്രമം ഉണ്ടാക്കുന്നത് തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ എംപ്ലോയേഴ്സ് ആയിട്ട് നല്ല ശമ്പളം കൊടുക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായി. എന്തിനാണ് പറയുന്നത്, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണ വന്നു. ഇത് ഒരു വാടക കെട്ടിടമായിരുന്നുകൊണ്ട് 11,000 രൂപ എന്താണ് ഈ ഇതിന് വാടക കൊടുക്കണം. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വരുമാനവുമില്ല, വാടക കൊടുക്കുകയും ചെയ്ത ഒരു 6 മാസത്തിനകത്ത് ഇതെല്ലാം പൂട്ടി ഉപേക്ഷിക്കേണ്ട അവസ്ഥ. ഞാൻ പറയാണ് ഇതിന്റെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുന്ന ഒരു ശക്തി മനസ്സിലാക്കി പറയുകയാണ്. അപ്പൊ ഇതിന്റെ ഇദ്ദേഹം വീണ്ടും എല്ലാം നഷ്ടപ്പെട്ട ആളായി മാറി. അപ്പോൾ അന്ന് നേരത്തെ പോലീസുകാരുടെ ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവര് വേറൊരു കാര്യം ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അനാഥരായിട്ട് ഒരുപാട് ആളുകള് തെരുവിൽ കിടക്കുന്നവരുണ്ടായി. ഈ തെരുവിൽ കിടക്കുന്നവരെയൊക്കെ അങ്ങനെ കിടത്താൻ പാടില്ല എന്നുള്ളൊരു സിസ്റ്റം വന്ന് ഈ നമ്മുടെ കൊറോണ സമയത്ത് ഉണ്ടാവുകയും ഇവരെ എല്ലാവരെയും തണുത്ത് കൂട്ടിയതുപോലെ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ താമസിച്ചു. അതിന്റെ ചുമതല സ്വാമിയെ. അങ്ങനെ ഒരു എന്താണ് കൊറോണ കാലം കഴിഞ്ഞതോടുകൂടി 10-28 അന്തേവാസികൾ ഈ പരമദരിദ്രരും എന്താണ് ഈ സ്ഥിരബുദ്ധി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയാത്തവരുമായിട്ടുള്ള ആളുകൾ അതിനകത്ത് വലിയവരൊക്കെ ഉണ്ട്. പിന്നെ പല കാരണങ്ങളാൽ ഈ സൈൻലൈൻ ചെയ്യപ്പെട്ട പോയവര് എന്താണ് ഈ കുടുംബത്തിൽ നിന്ന് പുറത്താകുകയും മറ്റു രോഗങ്ങൾ കാരണം ഓർമ്മയില്ലാത്തതുകൊണ്ട് ആയിപ്പോയവരും എല്ലാവരും കൂടിച്ചേർത്തിട്ട് ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുന്ന അവസ്ഥ. ഇതുവരെ സംരക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ടോട്ടൽ ക്യാരക്ടർ മാറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ആഡംബരമായിട്ടുള്ള ഒരു ജീവിതവും ഇല്ലാതെയായി ഇവരോടൊപ്പമുള്ള ഒരു ജീവിത ചര്യയിലേക്ക് മാറി. പിന്നെ ഞാൻ കാണുമ്പോഴത്തേക്ക് അപ്പൊ അതിന് ഒരു എന്താണ് ഈ അദ്ദേഹത്തിന് വില കിട്ടിയത് നേരത്തെ നമ്മള് ഈ അവധൂത ദർശനമാണ്. ഒന്നുമില്ലാതെ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു ആത്മീയ ചോദ്യം കിടന്ന് ജീവിക്കാൻ കഴിയും. എന്താണ് ഒരു എന്തും വീക്ഷിച്ചാലും ഒരു കുഴപ്പവുമില്ല. അപ്പൊ അദ്ദേഹം വസ്ത്രങ്ങൾ തന്നെ ആഡംബരമായിട്ട് വസ്ത്രങ്ങൾ കഴിച്ചിട്ട് കൂട്ട് മാത്രമാക്കി അവസാനം നമ്മൾ കണ്ടുപിടുത്തേക്ക് അവിടെ കഴിയുന്ന അവസ്ഥ. ഇതെല്ലാം അവിടെ ഒരു പ്രാധാന്യം ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പഞ്ചായത്തായാലും പോലീസ് നാട്ടുകാരും ഒക്കെ നേരിടുത്ത് നടത്തിക്കൊള്ളും. അദ്ദേഹം ഒരു കാര്യം തീർച്ചയായിട്ടും മാത്രം ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥ. അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അന്ന് 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മള് ദൈവത്തെ ഗുരുവിനെ വെറുതെ ഒന്ന് ദർശിച്ചാൽ സുഹൃത്തിനോട് വെറുതെ നേരപ്പോക്കിന് വേണ്ടിയിട്ട് കാണാൻ വന്ന ആ ദർശനത്തിലൂടെ ഈ അവധൂത ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ഇവിടെ അവധൂതം എന്നൊരു പേര് നമ്മുടെ ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് കൊണ്ടും നമുക്ക് കൂടുതൽ താല്പര്യം ഇവരോടൊക്കെ ഉണ്ടായതിന്റെ ഒരു തത്വം കൂടി ഞാൻ പറയുന്നു. എന്തായാലും ഈ നമ്മുടെ ഈ പദ്ധതിയുടെ ഗുരുവായിട്ടുള്ള പതഞ്ജലി മഹർഷിയെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഭാഷ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം പതഞ്ജലി മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫോർമുലേറ്റർ ഓഫ് യോഗ എന്ന് വേണമെങ്കിൽ പറയും. യോഗത്തെ ഒരു സൂത്രീകരിച്ച മഹാത്മാവാണ്. യോഗ എന്ന് പറയുന്ന പദ്ധതി ഒരുപക്ഷെ ബുദ്ധന്റെ കാലത്ത് ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. വ്യാസന്റെ കാലത്ത് നമ്മുടെ ഭക്തിക്കും ജ്ഞാനത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തു. അതിനുശേഷം അഗസ്ത്യരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അധികം പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുത്തു. ഇതെല്ലാം സമന്വയിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് അദ്ദേഹം പുഷ്യപത്ര സൃഷ്ടിയുടെ ഒരു കോപ്പിയർ ആയിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായിട്ടുള്ള രേഖ. അതിനുശേഷം അവിടെ ബുദ്ധ മതക്കാരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അവരെ കൊന്നൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പാരായണം ചെയ്ത് ഇങ്ങനെ നമ്മുടെ സൗത്തിലേക്ക് വരുന്നു. അങ്ങനെ ഈ വ്യാസപരമ്പരയുമായിട്ട് കൂടി ബന്ധമുണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു.
അപ്പൊ ഈ അതിന് ശേഷം ചിദംബരത്തിൽ വെച്ചിട്ട് അദ്ദേഹം ഈ യോഗ പദ്ധതിക്ക് രൂപം നൽകുകയും അത് ആണ് നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ പദ്ധതി. അപ്പൊ അതിലൂടെ ജാതിയോ മതമോ ഒരു വിവേചനവും ഇല്ലാത്ത രീതിയിൽ ആർക്കും അഭ്യസിക്കാവുന്നതും ആർക്കും എന്താണ് ഇതിലൂടെ ഒരേപോലെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതി ലോകത്തിന് സമ്മാനിച്ചു. അദ്ദേഹം രാമേശ്വരത്ത് സമാധിയാഗ്രഹിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു പരമ്പരയാണ് അദ്ദേഹം പഠിച്ചത് കൊണ്ടാണ് പലപ്പോഴും ഇതിനകത്ത് ഉറച്ചു നിൽക്കാനും ഇത് അനുഭവമാക്കാൻ കഴിയും. നമ്മൾ 10 മിനിറ്റ് ചിരിച്ചാൽ എന്താ കിട്ടുമ്പോൾ എന്നുള്ളതിന്റെ ഇത് ചിരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് പോലെയുള്ള ഓരോ ഒരു പ്രാണായാമം ചെയ്താണ് അല്ലെങ്കിൽ ഒരു ധ്യാനത്തിലുണ്ടാണ് ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ ചിത്തപത്രകളെ നിരോധിക്കാനായിട്ടുള്ള യോഗം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം നമുക്ക് സമ്മാനിച്ച നമ്മുടെ ആദിഗുരുവായ പതഞ്ജലി മഹർഷിയെ സ്തുതിച്ചുകൊണ്ട് യോഗേന ചിത്തസ്യ പതേന വാച മലം ശരീരസ്യ ച വൈദ്യകേനാം യോഗ കരോത്തം പ്രവരമുനീനാം പതഞ്ജലി പ്രാഞ്ജലിരാഗതോസ്. യോഗം കൊണ്ട് ചിത്തത്തെയും ഉചിതമായ വാക്കുകൾ കൊണ്ട് വാചകങ്ങളെയും ഒരു വൈദ്യനെ പോലെ ശരീരത്തിലെ മലത്തെ ഇങ്ങനെ പുറത്തു കളയാൻ കഴിയുന്ന വ്യക്തികളെ ഉപദേശിച്ച പതഞ്ജലി മഹർഷി ഇരു കൈകളും കുപ്പി നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഒരു ചെറിയ സാധനം ഇതാണ് നമുക്കൊന്ന് ചിരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് ചിരിക്കാൻ നോക്കുക. ചിരിച്ചു ചിരിച്ചു പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ. നമ്മുടെ എല്ലാം പ്രിയ ഗുരു ഗുരുപ്രസാദ് അവർ ധ്യാന ചൈതന്യ ആശ്രമത്തിന്റെ മഠാധിപതി സദ്ഗുരു അനിൽ ആനന്ദ ചൈതന്യ സ്വാമികൾ, അദ്ദേഹത്തെ അനുഗമിക്കുന്ന ശ്രീ ശിവതമ്പി അവർ, പ്രിയമുള്ള സാധകരെ, ഏറെ കാലങ്ങൾക്ക് മുമ്പ് ഗുരുജിയോട് സംശയം ചോദിച്ചു. താൻ ഉപാസിക്കുന്ന മൂർത്തിക്ക് എന്ത് വഴിപാടാണ് സമർപ്പിക്കേണ്ടത് എന്നായിരുന്നു ആ ചോദ്യം. അന്ന് ഗുരുദാസരുടെ മനസ്സിലുണ്ടായിരുന്നത് അവല്, പായസം, പഴങ്ങൾ ഇതൊക്കെയായിരിക്കും ഗുരുജി പറയുന്നത് എന്നായിരുന്നു നമ്മുടെ ധാരണ. ഒരു നിമിഷം പോലും വൈകാതെ ഗുരു നമ്മളോട് നിർദ്ദേശിച്ചത് ജപമാണ് ശരിക്കുള്ള അർച്ചന, അത് തുടരണം എന്നാണ്. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ നമുക്ക് മൂർത്തിക്ക് കൽപ്പിച്ചു കൊടുക്കേണ്ട വഴിപാടിനെ സാധകനെ അറിഞ്ഞ് ശിഷ്യനെ അറിഞ്ഞ് നിർദ്ദേശിക്കുന്ന മഹാഗുരുവിന്റെ ഒരു ഉപാധി മാത്രമാണ് ജപം എങ്കിൽ ചിരിയെ ഓടുന്ന ലോകത്തിന് ഉപാധിയാക്കി ധ്യാനത്തിലൂടെ മോക്ഷകാമിയായി മാറുന്ന ഒരു സാധകനെ വാർത്തെടുക്കുന്നതിനാണ് ഈ ധ്യാന ചൈതന്യത്തിന്റെ ആശ്രമാധിപതിയായ അനിൽ അനന്ത ചൈതന്യ സ്വാമിജി ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വാമിജിയോട് ചോദിച്ചു, എന്താണ് ഞാൻ അങ്ങയെക്കുറിച്ച് പറയേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്താണോ എന്നെ കണ്ടപ്പോൾ തോന്നിയത് അത് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. സ്വാമിജി വരുന്നതിന് മുമ്പേ ഗുരുദാസിന്റെ ഉള്ളിൽ ഒരു സംശയമുണ്ടായിരുന്നു. ആനന്ദ ചൈതന്യയാണോ അനന്ത ചൈതന്യയാണോ എന്നുള്ള ഒരു സംശയമുണ്ടായി. അപ്പോ ഒരു സാധകന്റെ ഉള്ളിൽ, ശിഷ്യന്റെ ഉള്ളിൽ ഒരു സംശയം തോന്നിയാൽ ശങ്കയില്ലാതെ അത് ഗുരുവിനോട് ചോദിക്കണം എന്നാണ് നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വാമിജിയുടെ അടുത്ത് ചോദിച്ചു, അനന്ത ചൈതന്യമാണോ
ആനന്ദ ചൈതന്യമാണോ ഏതാണ് എന്ന് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അനന്ത ചൈതന്യമാണെങ്കിലും പലരെ എന്നെ ആനന്ദ ചൈതന്യമാക്കിയാണ് ഇപ്പോൾ ഈ ലോകത്തിന് നേർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പാദ നമസ്കാരങ്ങൾ ചെയ്ത് ധൂപദീപാദികൾ അർപ്പിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ ദാസന് തോന്നിയത് മറ്റൊന്നാണ്. അനന്തമായ ആനന്ദത്തിന്റെ ചൈതന്യം നമ്മുടെ മീറ്റ് മീ മെഡിറ്റേഷൻ സെന്ററിലേക്ക് ആവേശിക്കപ്പെട്ടു എന്നതാണ് ഗുരുദാസൻ തോന്നിയത്. തീർച്ചയായും ചിരി അത്ര ചെറിയ കാര്യമല്ല. സിനിമാ ഫീൽഡുമായി ചലച്ചിത്ര ഫീൽഡുമായി ഇപ്പോഴും നല്ല രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് സ്വാമിജി എന്നുള്ളത് കൊണ്ട് ഹാസ്യ സാമ്രാട്ടായ ജഗദീഷ് ശ്രീകുമാർ ഒരിക്കൽ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാണുന്നവരെ കരയിപ്പിക്കാൻ ഒരു നിമിഷം മതി, പക്ഷെ അവരെ ചിരിപ്പിക്കണമെങ്കിൽ അനുഭവങ്ങളുടെ കൂമ്പാരമായ ഒരു ജീവിതം ആവശ്യമായി വരും എന്നാണ് ജഗദീഷ് ശ്രീകുമാർ അന്ന് പറഞ്ഞത്. അഭിനയത്തിലൂടെ ചിരിപ്പിക്കുന്നതിൽ ഉപരി ഒരു സാധകന്റെ, ഒരു ശിഷ്യന്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന സംശയ നിവാരണത്തിലൂടെ അവനെ ധ്യാനത്തിന്റെ നേർവഴിക്ക് നടത്തുവാൻ തന്റെ ആത്മചൈതന്യം സ്ഫുരിക്കുന്ന ചിരിയെ ആയുധമാക്കി അതിന് ലാഫിംഗ് മെഡിറ്റേഷനിലൂടെ ധന്യത നൽകി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എത്ര ആളുണ്ട് കാണാൻ കേൾക്കാൻ എന്നുള്ളതല്ല, നിങ്ങൾ ആവശ്യപ്പെടുന്നിടത്ത് ഞാൻ വരാം എന്നാണ് പറഞ്ഞത്. അത്രമാത്രം സെൽഫ്ലെസ് സർവീസായി ഈ ചിരിയിലൂടെ, ഉള്ളിലറിഞ്ഞ ചിരിയിലൂടെ ഈ ലോകത്തെ മുഴുവൻ ധ്യാനത്തിന്റെ ആ പരമവേദിയിലേക്ക് ആനയിക്കാൻ തത്രപ്പെടുന്ന ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനായ അനന്ത ചൈതന്യജിയെ ഇതിലേക്ക് ആദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. മീറ്റ് മീ മെഡിറ്റേഷൻ സെന്ററിലെത്തി അദ്ദേഹം നമ്മളെയെല്ലാം അനുഗ്രഹിച്ചതും ആ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ നമുക്ക് അവസരം ലഭിച്ചതും നമ്മുടെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആ പാദപത്മങ്ങളിൽ ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് എത്തുന്നു. ഹരിയോം ഹരിയോം. സ്വാമിജിയെ നമ്മൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി കണ്ടപ്പോൾ വല്ലാത്തൊരു ഹൃദയബന്ധമാണ് ഇവിടെ കണക്ട് ആയത്. ആശ്രമത്തിന്റെ ആ ഒരു അന്തരീക്ഷവും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസന്നവതനായിട്ടുള്ള ഒരു മുഖവും കാണുമ്പോൾ ശരിക്കും നമ്മളെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം ആ ഒരു ഹൃദയബന്ധം ആഴത്തിലേക്ക് പോയി. അപ്പൊ ആ ഒരു ശാന്തത നമുക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മീറ്റ് മീ മെഡിറ്റേഷൻ സെന്ററിന്റെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നതും ആ ഒരു സൈലൻസിനെ ബ്രേക്ക് ചെയ്യാതെ, ഇവിടുത്തെ മന്ത്ലിയുള്ള മെഡിറ്റേഷൻ ക്യാമ്പ് ആയിരുന്നാലും ഇതുപോലെയുള്ള നവരാത്രിയിലെ റിട്രീറ്റ് ആയിരുന്നാലും ഈ ഒരു ശാന്തതയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അപ്പൊ ആ ശാന്തമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളിലെ ആ ഒഴിഞ്ഞ ഇടത്തെ കണ്ടെത്താനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ആ ഈശ്വര സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അങ്ങയിലെ ആ ഒഴിഞ്ഞ ഇടത്തെ ദർശിച്ചത് കൊണ്ട് ആണ് ഔദൂജി ഇങ്ങനെ ഒരു പുരസ്കാരം രൂപകൽപ്പന ചെയ്ത് അങ്ങേക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചത്. ഒരിക്കൽ കൂടി നമുക്ക് ഈ അങ്ങയെ ലഭിച്ചതിൽ അങ്ങയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഒരു ലളിതമായിട്ടുള്ള ഒരു ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചു. നന്ദി.